ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കും സുഖമൊക്കെ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു യാത്ര പോവാണ്, വേറെ എവിടെയല്ല. ഒരു സ്കൂളിലൊരു പ്രോഗ്രാം കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ മോളുടെ. അപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബസ്സിൽ പോകുന്ന കാര്യം ആലോചിക്കാനേ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ബസ്സിൽ പോകുന്ന ഇഷ്ടമുള്ള കാര്യമല്ലേ. ബസ്സും ഞാനും ഭയങ്കര ഛർദ്ദിക്കും. അതുകൊണ്ട് ഭയങ്കര ശത്രുക്കളാണ്. എന്നാലും നമുക്ക് ബസ്സിൽ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ, പോവേണ്ടടുത്ത് പോവണ്ടേ. അങ്ങനെ ദാണ്ടേ ഞാൻ പള്ളുമുക്കിലെത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നതാണ് പാട്. ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ് നമ്മുടെ ഈ പള്ളുമുക്ക് റോഡെന്ന് പറയുന്നത്. എപ്പോഴും ഇക്കടെ ബൈക്കിലിരുന്ന് ഷൂ എന്നും പറഞ്ഞ് പോകുന്നത് കാരണം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നേരിടാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ക്രോസ് ചെയ്യുന്നതും ബസ്സിൽ കയറുന്നതും ഒക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ബൈക്കിൽ അങ്ങ് കൊണ്ടുവരികയും ചെയ്തങ്ങ് ശീലമായതുകൊണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നിന്ന് എനിക്ക് വേണ്ടി വണ്ടി ഇങ്ങനെ എനിക്ക് മാറി തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കുറേ നേരം ഇങ്ങനെ കാത്തു നിൽക്കുക. എവിടെ വണ്ടികളുടെ തിരക്കെന്ന് പറഞ്ഞാൽ അതികഠിനമായ തിരക്കാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നിന്നു. പോലീസൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഈ കടകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്നെ കണ്ട് ചിരിക്കുകയാണ്. ഞാൻ ഒത്തിരി നേരം കൂടെ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇറങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ദാണ്ടി കൊല്ലത്തോട്ട് പോകാനുള്ള ബസ് വന്ന് ഞാൻ ബസ്സിൽ കയറി കേട്ടോ. പിന്നെ ബസ്സിൽ കയറി മോളുടെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കോളേജ് ജംഗ്ഷനാണ്, നമ്മുടെ SM കോളേജ് എന്ന് പറയും. SM കോളേജിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നടന്നു പോയി. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഈ സ്കൂൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, ബാലികാമറിയ സ്കൂള്. ഇതിന് മുമ്പേ ആയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോകുന്നതൊക്കെ. അപ്പം നമ്മുടെ ഈ കോളേജ് ജംഗ്ഷനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്. മറ്റേത് ഇക്കായോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും കൂട്ടിനാരെങ്കിലുമൊക്കെ കാണും. അങ്ങനെ നടന്ന് സ്കൂളിൻ്റെ കാമ്പൗണ്ടിൽ എത്താറായി കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ വലിയ പ്രോഗ്രാമായിട്ടൊന്നും ഇല്ല. അന്ന് ഇപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ വിമലാർദ്യ സ്കൂളുണ്ട്, അവിടെയും പരിപാടി കിടക്കുന്നുണ്ടേ. അപ്പം ചെറിയൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. എൻ്റെ അനിയത്തി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, വരൂ ദാണ്ട് ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അവളവിടെ മോളെ ഒരുക്കുന്ന അടുത്താണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടി കയറിപ്പോയില്ലേ, അവിടെയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരുവിധം അവളെ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് ഡാൻസ് കളിച്ച അതേ പാട്ട് തന്നെയാണ് ഇവളും കളിക്കുന്നത്. അവൾക്ക് ഹാജറ കളിച്ചപ്പോഴത്തേക്ക് കളിക്കണമെന്ന്, ആ പാട്ട് തന്നെ കളിക്കണമെന്ന് ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞെങ്കിൽ കളിക്ക് എന്ന് പറഞ്ഞ് അവൾ ആ ഡാൻസ് കളിപ്പിക്കുവാണേ. അപ്പം കാക്കാത്തിയായിട്ടാണ് ഒരുങ്ങുവാണ് ആൾ. അങ്ങനെ ദാണ്ട് ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തോട്ട് കൊണ്ടുവന്ന് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അങ്ങനെ അവിടെ അപ്പോഴത്തേക്കും ഫോക്ക് ഡാൻസ് തുടങ്ങി. ഫസ്റ്റ് ഒരു കുട്ടിയുടെ ഡാൻസ് അവിടെ തുടങ്ങിയിട്ട് ഇവളത് മൂന്നാമതാണേ. അപ്പം അങ്ങനെ വലിയൊരു പ്രോഗ്രാമൊന്നുമില്ല. എനിക്കൊന്ന് ഫോക്ക് ഡാൻസ് ആയതുകൊണ്ടായിരിക്കും വലുതായിട്ട് പിള്ളേരൊന്നും പങ്കെടുക്കാഞ്ഞത്. കാരണം എന്താ വെച്ചാൽ സിനിമാറ്റിക്കൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാട്ടിട്ട് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കളിച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്പം തന്നെയാണ് ഇല്ലേ. അങ്ങനെ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഫോക്ക് ഡാൻസ് എല്ലാ മക്കളല്ല, കുറച്ച് മക്കളൊക്കെ കളിച്ചു. അതുകൊണ്ട് അവിടെ ഇരുന്ന് കുഞ്ഞു മക്കൾ കൈ കൊട്ടുന്നൊക്കെ കഷ്ടം. അവിടെ നിന്ന് കേട്ടില്ല. പിന്നെ മൂന്നാമത് എൻ്റെ അനിയത്തിയുടെ മോളായിരുന്നു കേട്ടോ. ഇതെൻ്റെ അനിയത്തിയുടെ മോളാണ് കളിക്കുന്നത്. അങ്ങനെ ഒരുവിധം അവളും ഒപ്പിച്ചൊക്കെ എടുത്ത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ നല്ലോണം തന്നെ കളിച്ചേട്ടോ, ഒപ്പിച്ചൊക്കെ എടുത്ത്. പിന്നെ സ്റ്റേജിൽ കയറി പിള്ളേരൊക്കെ കാണുമ്പം ഏതൊരു കുട്ടികളായാലും ഒന്ന് പതർന്ന് കണക്കൊക്കെ ഒന്ന് നോക്കുമല്ലോ. അതിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല, അവൾ സൂപ്പറായിട്ട് കളിച്ച് കൊള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതേ ഉള്ളൂ കേട്ടോ. അവളുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ദാണ്ട വേറൊരു കുഞ്ഞു മോള്, ഇതെൻ്റെ ഹാജറ, പൂ വേണമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഡാൻസായിരുന്നു ഇത് കളിക്കുന്നത്. അതെൻ്റെ ഹാജറ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കളിച്ചതായിരുന്നു കേട്ടോ. ഇതും കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങ് പോവാന്ന് വെച്ചപ്പോൾ ദാണ്ട എൻ്റെ അനിയത്തിയുടെ ഇളയാളാണേ, അവനെ ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തി. കുറച്ച് പിള്ളേരെ മാത്രമേ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തൂ, കുറച്ച് പിള്ളേർ ക്ലാസ് റൂം. അത് ഞങ്ങളെ കണ്ടതിൻ്റെ സന്തോഷം പങ്കിടുവാണേ. അതിനുശേഷം അവർക്ക് ക്ലാസ്സിലാണ്ട പോയി മിസ്സിനെയൊക്കെ കാണണം. അവൾ ഒരുങ്ങിയ വേഷം
മിസ്സിനെയൊക്കെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നങ്ങോട്ട് പോകും. ഞാൻ അങ്ങനെ ഫോൺ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞ് നിങ്ങളെ സ്കൂളൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടത്. അവൾ വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. അവരെ HM ആണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവൾ പോയി ദാണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തരുവാണ്. അവളെ HMനെയൊക്കെ പോയി വീഡിയോ എടുത്ത്. ഇതാണ് കേട്ടോ അവളെ പഠിക്കുന്ന ക്ലാസ് റൂം ഇതിൻ്റെ മുകളിലായിട്ട് വരും. അങ്ങനെ അവിടെ പോയിട്ടൊക്കെ വരുന്നു. അങ്ങനെ ദാണ്ട് എൻ്റെ അനിയത്തിയുടെ മോൻ അവിടെ നിന്നുകൊണ്ട് ഫോക്ക് ഡാൻസിൻ്റെ പാട്ട് കേട്ട് ബ്രേക്ക് കളിക്കുകയാണ് അവിടെ ഇരുന്ന് കേട്ടോ. ഞാൻ ഇവിടെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് കാണിച്ചിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് അവളുടെ മിസ്സിനെ പോയി കാണാനായിട്ട് ഞങ്ങൾ പോവുക. കാരണം മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരണ്ടേ, എന്നാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഷർമിമ്മ വാമ്മി ഞങ്ങളെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. അപ്പോൾ മക്കളല്ലേ, എനിക്കാണെങ്കിൽ പടി കയറാനും വിശന്ന് കണ്ണ് കാണുന്നില്ല. എന്നിട്ട് ഞാൻ ആ പിള്ളേരോടെ പോയപ്പോഴത്തേണ്ട കുറച്ച് പിള്ളേർ അവിടെ ഇരുന്ന് ഇവിടെ ഏതോ ഒരു പ്രോഗ്രാമുണ്ട്, അതിൻ്റെ എന്തോ ഇത് പഠിക്കണം കേട്ടോ. അങ്ങനെ പോയി ക്ലാസ് റൂമിൽ പോയി മിസ്സിനെയൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്ക് ഇയാളുടെ ക്ലാസ് റൂമിൽ ഞാൻ ചെല്ലണം, വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം. എങ്കിൽ അതും കൂടെ നടക്കട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഓരോ പിള്ളേരെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അവൻ്റെയും വീഡിയോ എടുത്ത്. അതിനുശേഷം ഞാൻ ബസ് കയറി വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.